സിനിമയിലെ തന്നെ ഒരു 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 പ്രത്യേക ടീമുണ്ട്. ആ ടീം ദിലീപിനെ കുടുക്കുകയായിരുന്നു. ലക്ഷ്യങ്ങൾ പലതായിരുന്നു. പക്ഷേ ചിലരെ ഉപയോഗിച്ച് ദിലീപിനെ കുടുക്കുകയായിരുന്നു എന്നുള്ള സംസാരം അതിപ്പോൾ വീണ്ടും അത് കൂടുതൽ കരുത്ത് ആർജിച്ച് വരുന്നുണ്ട്. അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അക്കാര്യം? ഉണ്ടാവാം ലിയോ, ഉണ്ടാവാം. ഒരു പ്രത്യേക ഗ്യാങ് എന്നറിയപ്പെടുന്ന ടീം. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ അറിയപ്പെടുന്നവർ എനിക്ക് ഉണ്ടാവാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കുക, കണക്ക് തീർക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ ശത്രു ഒരാൾ പന പോലെ വളർന്നു വരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നു. ആ സമയത്താണ് വേറൊരു അപകടത്തിൽ പെട്ടിട്ട് ഈ പന കുഴപ്പത്തിലാകുന്നു, ആടി ഒലയുന്നു. അപ്പം ഞാനും കയറി ഒന്ന് തള്ളും, ആ പന മറിഞ്ഞു വീഴുന്നെങ്കിൽ വീണോട്ടെ. എനിക്ക് ഇതിൻ്റെ ആടി ഒലച്ചിൽ പങ്കൊന്നുമില്ല. പക്ഷെ ആടി ഒലയാൻ നേരത്ത് ഞാൻ എൻ്റെ കണക്കങ്ങ് തീർക്കുകയാണ്. ഈ രീതിയിൽ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ. കാരണം ദിലീപ് ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണനായ വ്യക്തിയാണ്. സിനിമയിൽ ഒരുപക്ഷെ ദിലീപ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വളർച്ച ദിലീപിനുണ്ടായി, ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്വാധീനം ദിലീപിനുണ്ടായി. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നത് ഞാൻ ഓർക്കുന്നു. ഒരു ഓണത്തിന് ഈ തിയേറ്റർ ഉടമ സംഘം, നമ്മുടെ ലിബർട്ടി ബഷീറിൻ്റെ, അദ്ദേഹം കൂടുതൽ വിഹിതം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഓണത്തിന് സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കന്ന് ഓർമ്മയുണ്ട്, സത്യൻ അന്തിക്കാട് മാതൃഭൂമി പത്രത്തിൽ ഒരു തുറന്ന കത്തെഴുതി ലിബർട്ടി ബഷീറിന്. ബഷീർക്ക ഇങ്ങനെ ദ്രോഹിക്കരുത്, ഓണത്തിന് 10 പൈസ കിട്ടുന്നതല്ലേ, അത് വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കണക്കെങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്കാമെന്ന് പറഞ്ഞു. ലിബർട്ടി ബഷീർ സമ്മതിച്ചില്ല. ഞാൻ കേട്ടത് ആ ഓണത്തിന് ഈ മൾട്ടിപ്ലക്സുകളിൽ, മറ്റേ ഓബറോൺ മാൾ, ലുലു മാൾ, ഇതുപോലെയൊക്കെയുള്ള അവരുടെ എന്തോ അസോസിയേഷനുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് ദിലീപാണ്. ദിലീപ് അതെടുത്തിട്ട് അവിടെ റിലീസ് ചെയ്യിച്ചു സിനിമയൊക്കെ. അങ്ങനെ ലിബർട്ടി ബഷീറിനെ വെല്ലുവിളിച്ചു. അതിൻ്റെ ദേഷ്യം ലിബർട്ടി ബഷീറിനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഇക്വേഷൻ. ഇത് സത്യമാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടന്നതാണ്. അതിൻ്റെ പേരിൽ വൈരമുണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. ബട്ട് വൈരമുണ്ടായെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല. അപ്പോൾ ഇങ്ങനെ പലർക്കും പല സ്ഥലത്തും ദിലീപിനെ വെല്ലുവിളിക്കണം, പിടിച്ചു നിർത്തണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് കൈകൊട്ടി ആസ്വദിച്ച ഒരു വിഭാഗം, ആ വീണക്കുഴിയിൽ കൂടുതൽ അയാളെ ചവിട്ടിത്താഴ്ത്താൻ കൂടിയ വേറൊരു വിഭാഗം, അതിൽ ഈ പറഞ്ഞ മാഫിയ ഗാങ് അവരിവരൊക്കെ ഉണ്ടാവും. ഒരു ബിസിനസ്, സിനിമയും ഒരു ബിസിനസ്സാണല്ലോ. അതിൽ കൂടുതൽ പൈസ, സ്വാധീനമൊക്കെ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ലിയോയുടെ കയ്യിലാണ് ഇതെല്ലാം, എങ്ങനെയെങ്കിലും അത് എൻ്റെ കയ്യിൽ കിട്ടണം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ലിയോയുടെ കാല് ഒന്നിടറുന്നത്. ഇടറി വീണു എന്ന് കാണുമ്പോൾ ഞാനും കൂടെ കൂട്ടിയിട്ട് ലിയോയെ കൂടുതൽ താഴത്തേക്ക് തള്ളും. ഇത് സംഭവിക്കുന്നതാണ്. അത് ഇക്കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. ഫീൽഡ് അങ്ങനത്തെ അല്ലേ, സിനിമാ രംഗമാണല്ലോ. അതല്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്നു, പിന്നെയാണ് സിനിമയിൽ. ഇവിടെ ഇത്തരത്തിൽ നീതിയും നിയമവും ഒക്കെ തന്നെ കൃത്യമായി നിർവഹിക്കപ്പെടുവാൻ, നീതി നമുക്ക് എല്ലായിടത്തും പ്രതീക്ഷിക്കാമോ എന്ന് പലപ്പോഴും ചോദ്യം ഉയരാറുണ്ട്. പക്ഷേ ഈ നീതിയും നിയമവും ഒക്കെ തന്നെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒപ്പം തന്നെ അതിൻ്റെ പിന്നിലുള്ള പവർ ഹൗസുകളും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ഈ വിഷയങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും എന്ന് അങ്ങ് സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാകും. നാളെ വളരെ വളരെ മോശപ്പെട്ട ഒരു കീഴ്വഴക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട് നേരെ ജീവിക്കുന്ന മനുഷ്യർ കൊളരുതാത്തവരും കൊളരുതായ്മയിലൂടെ ജീവിക്കുന്നവർ നല്ലവരും എന്നുള്ളൊരു ഇക്വേഷൻ കേരളത്തിൽ വന്നു കഴിഞ്ഞു. കുറച്ച് പേര് സെലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിരപരാധികളും നല്ലവരുമായിട്ട് മാറുക, അതല്ലാത്തവർ മുഴുവൻ മോശക്കാരായിട്ട് മാറുക. ഈ അതിജീവിത പ്രശ്നത്തിലും ഇതൊക്കെ തന്നെയുണ്ട്. അതിജീവിതയും സെലക്റ്റീവാണ് കേരളത്തിൽ. ചിലർക്ക് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താം, ചിലർക്ക് അവരുടെ ഫോട്ടോ പുറത്തു വിടാം, ഒരു കേസും ഉണ്ടാവില്ല. ചിലർ സംസാരിച്ചാൽ പോലും കേസാവും. ഇങ്ങനെ സെലക്റ്റീവ് ജസ്റ്റിസ് കേരളത്തിൽ പോലീസ് നടപ്പിലാക്കുന്നു. കോടതികൾ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല.
ബട്ട് ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഞാനൊരു കേസിൽപ്പെട്ടല്ലയോ ഉം. ഞാൻ നിരപരാധിയാണെന്നേ ഞാൻ വാദിക്കുകയുള്ളൂ. സുപ്രീം കോടതി വരെ ഞാൻ പോയിട്ട് ഞാൻ തോറ്റു എന്ന് വെച്ചോ, അപ്പോഴും ലിയോയോട് ഞാൻ പറഞ്ഞു, ലിയോ എന്നെ വിശ്വസിക്ക്, ഞാനത് കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ഇതിപ്പോൾ സുപ്രീം കോടതി വിധി വന്നില്ലേ, വിധി വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്തോ ആരോ മറ്റേ പാർട്ടി കാശ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് കാണും, ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്നേ ഞാൻ വാദിക്കുകയുള്ളൂ. ഞാൻ പോയി ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ പറയും ഞാൻ നിരപരാധിയാണെന്ന് പറയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ കുറ്റം ഏറ്റു പറയുമോ? ഇല്ല, പൊതുവെ ആരും പറയില്ല. പിന്നെ വല്ല മഹാത്മാഗാന്ധി ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമായിരിക്കും. ബാക്കിയുള്ള ഒരു മനുഷ്യനും കുറ്റം സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരൻ്റെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളും അത് വാദിച്ചുകൊണ്ടിരിക്കും. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. അതെ. ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കുറച്ച് പേര് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് ഒരു ഗാങ് അപ്പ് ആകുന്നു. അവരുടെ കൂടെയാണ് ചാനൽ, വിയിലെ ആങ്കർമാരെല്ലാം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ആ ദിലീപ് കള്ളനാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ സുപ്രീം കോടതി വരെ ദിലീപ് പോയി, സുപ്രീം കോടതി വെറുതെ വിട്ടു എന്ന് വെച്ചോ, ഒരു 10 വർഷം എടുത്തേക്കാം. 10 വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞ ആങ്കർമാർ പിന്നെയും ദിലീപ് കള്ളനാണെന്ന് പറയും, കാശ് കൊടുത്ത് വാങ്ങിച്ച വിധിയാണെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ പറയും ഈ ഗാങ് ചേർന്നിട്ട്. കാരണം അവരുടെ വിശ്വാസം അതാണ്. എങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റും? സാധിക്കില്ല. ഉറങ്ങുന്നവരെയല്ലേ നിങ്ങൾക്ക് എണീപ്പിക്കാൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്നവരെ എണീപ്പിക്കുന്നത് എങ്ങനെയാണ്?